നമ്മുടെ സഭയെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? നസ്രാണി ക്രിസ്ത്യാനികൾ എന്നുള്ളത് നസ്രാണികൾ എന്ന് പറഞ്ഞതെന്നല്ല എൻ്റെ ബോധ്യം എല്ലാവർക്കും ഉണ്ട്. ആ ബന്ധങ്ങൾ കുറഞ്ഞു പോയൊരു സങ്കടമുണ്ട്. സാമുദായിക സെപ്പറേഷൻസ് ഞങ്ങൾ കണ്ടിരുന്നില്ല. ഞാൻ പറയുന്നത് അതേ ആ മാറ്റത്തിലേക്ക് ഞാൻ പറയുന്നത്. പിന്നെ കല്യാൺ രൂപതയാണ് വലിയൊരു സ്റ്റെപ്പ്. ഇന്ത്യയിലെ അച്ഛന്മാരിൽ മിഷണറിമാരിൽ 70% കേരളത്തിലുണ്ടായിരുന്നു. ആദ്യം കുർബാനയത് റാസ കുർബാനയായിരുന്നു. അത് ഞാൻ അവിടെ പ്രൊപ്പഗാൻഡ കോളേജിലാണ് ചെല്ലിയത്. നൂറാം പിറന്നാളിൻ്റെ മധുരവുമായി പാലായുടെ അഭിവന്തിമാർ ജോസഫ് പള്ളിക്കാവറമ്പിൽ പിതാവിനോടൊപ്പമാണ് ഇന്ന് നമ്മൾ. പിതാവിനോട് വളരെ ലളിതമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ പറയാമെന്നുള്ളതാണ് ഈ ഒരു സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹം. സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള വളർച്ചയിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടും പാവും നെയ്ത പിതാക്കന്മാരിൽ ഒരാൾ അഭിവന്തി പള്ളിക്കാവറമ്പിൽ പിതാവാണ്. മൗണ്ട് സെൻറ് തോമസ് എന്ന് പറയുന്ന സഭാ ആസ്ഥാനം അവിടെ രൂപപ്പെടുന്നതിലടക്കം പിതാവിൻ്റെ വലിയ ദീർഘവീക്ഷണവും പരിശ്രമവും ഉണ്ട്. നമ്മുടെ സഭയെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു വിഷൻ എനിക്ക് ചിന്തയിലേക്ക് സഭയെ പറ്റിയുണ്ട്. ഒരു സമുദായ ബോധം നമുക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഒരു നസ്രാണി ക്രിസ്ത്യാനികൾ എന്നുള്ളത് നസ്രാണികൾ എന്ന് പറഞ്ഞതെന്നല്ല എൻ്റെ ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഒരു ആനിവേഴ്സറി നമ്മുടെ മീറ്റിംഗ് ആയിരുന്നു. കത്തോലിക്ക സഭയുടെ മീറ്റിംഗ് ആയിരുന്നു. കത്തോലിക് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാൻ അതിരമ്പഴേക്ക് നടന്നത്. മാന്നാനത്ത് 49 മാന്നാനത്ത് അവിടെ ഞാൻ പോയിരുന്നു. അതിരമ്പഴ 1943 44 അവിടെയും പോയിരുന്നു. ഏറ്റവും വലിയ സംഭവമായിരുന്നത് എല്ലാവരും സംഭവിക്കാൻ നോക്കിയിരുന്നു. സഭയെ സമുദായത്തെ പറ്റിയുള്ള ചിന്ത ഇന്ന് കുറേയൊക്കെ നമുക്ക് കുറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു. അത് ഞങ്ങൾക്ക് നമ്മുടെ സഭയെന്ന വലിയ കാര്യമാണ്. അതുപോലെ തന്നെ സഭകൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങൾ തമ്മിലുള്ള ഇന്നത്തേക്കാൾ വളരെ ഭേദമായിരുന്നു. ഇന്ന് ഒരു ഹിന്ദു ആണോ അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾക്ക് എപ്പോഴും ഒരു ബന്ധമുണ്ടായിരുന്നു, പരസ്പര ബന്ധങ്ങൾ. ഇന്നത് കുറഞ്ഞു വരുന്നുണ്ട്. എന്തോ ഒത്തിരി രാഷ്ട്രീയ പരിപാടികളായിരിക്കും അതിനൊക്കെ കാരണമായിട്ടുള്ളത്. എനിക്കറിയത്തില്ല. എന്തെങ്കിലും ആ ബന്ധങ്ങൾ കുറഞ്ഞു പോയൊരു സങ്കടമുണ്ട്. മറ്റ് സമുദായങ്ങളെ ഒരുപോലെ കാണാനായിട്ടും. അതെ, ഞങ്ങൾ കോളേജിലേക്ക് ചെന്നാലും ഞങ്ങളെല്ലാവരും ഈ അന്നേരം 2-3 കോളേജുകൾ, SP കോളേജും UC കോളേജും ട്രിവാൻഡ്രത്തെ കോളേജ് ഇത്രയൊക്കെ ഉള്ളൂ. വേറെ പിന്നെ ഇവിടുത്തെ CMS കോളേജുണ്ട് ഇൻ്റർമീഡിയറ്റിൻ്റെ. ഞങ്ങളുടെയൊക്കെ ഒത്തിരി ഇന്ത്യകളും കൂടെ പഠിക്കുക. എത്രയോ സന്തോഷം ഞങ്ങൾ ഒരു മാറ്റങ്ങൾ കണ്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊരു സാമുദായിക സെപ്പറേഷൻസ് ഞങ്ങൾ കണ്ടിരുന്നില്ല. തീർച്ചയായിട്ടും അത് കുറേ മാറ്റം വന്നിട്ടുണ്ട്. അത് വലിയ സങ്കടകരമായ സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഒരുപാട് സഭയോടുള്ള നമ്മുടെ ബന്ധവും കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നതാണ്. കൂടുതൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിന് തക്കതായ കാരണം വേണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ സഭയിൽ നിന്നും ഇതിപ്പോൾ ഉണ്ടെങ്കിൽ വിമർശനം കൂടുതലായിട്ട് വിമർശിക്കുന്നതല്ല പറയുന്നത്. വിമർശിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ അടിസ്ഥാനം ഉണ്ടാകുന്നത് ക്രിയേറ്റീവായിട്ടുള്ള അല്ല, അത് തിരിച്ച് അതൊരു നെഗറ്റീവായിട്ട് വരുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതേ കുറേ മാറ്റം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിരിക്കും, മാറുമായിരിക്കും. തീർച്ചയായിട്ടും ഇന്ന് ചിലയിടത്ത് കാണുന്നത് തിരിച്ചു വരവ് കാണുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ പോലും ഞാനിത് കാണുന്നുണ്ട്. കുറേ കാലങ്ങൾ മുമ്പിലത്തേക്കാലം നമ്മുടെ കേരളത്തിലും ആ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. തീർച്ചയായിട്ടും. പിന്നെ സഭയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സഭയ്ക്ക് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് 4 രൂപതേ നമുക്കുള്ളൂ. എറണാകുളം, തൃശ്ശൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം. അതേ ഉള്ളൂ, 4 ഉള്ളൂ. പിന്നെ 50 ഒന്നുകൂടെ വന്നു, 5 പാലാ വന്നപ്പോൾ. 53 ഒന്നുകൂടെ വന്നു തലശ്ശേരി. 57 ഒന്നുകൂടെ വന്നു കോതമംഗലം. ഇങ്ങനെ പതുക്കെ പുരോഗമിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പുരോഗതിയെപ്പറ്റി ഞാൻ ഓർക്കുക തലശ്ശേരി രൂപ വരുന്നതിനെപ്പറ്റി അതിനൊക്കെ ഒത്തിരി ക്ലാസ്സിലച്ഛൻ്റെ ഒരു ജീവിതാനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛൻ പലപ്പോഴും പറയും നമ്മുടെ അച്ഛന്മാർ ചങ്ങനാശ്ശേരിയിലാണ് കൂടുതൽ, പാലായിലാണ് കൂടുതൽ വൊക്കേഷൻ ഉണ്ടായിരുന്നത്. ഒത്തിരി വൊക്കേഷൻ തിരിച്ച് നമ്മുടെ അങ്ങോട്ടേക്ക് അച്ഛന്മാരെ അയക്കേണ്ടി വരും. എക്സ്റ്റൻഷൻ കിട്ടുന്ന ആരും ചിന്തിച്ചിരുന്നില്ല. അന്ന് കിട്ടിയാലും നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മളുടെ പെർമനൻ്റ്ലി ഡിസൈഡഡ് ബോർഡർ പമ്പായും ഭാരതപ്പുഴയും അവിടെ കിടക്കും നമ്മൾ കരുതി കാലാകാലത്തോളം. അതെ, അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് അച്ഛന്മാരെയൊക്കെ അവരെ സഹായിക്കാൻ വിടുക. അതിനായിട്ടാണ്
അച്ഛന്മാരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിതാവേ, ഇതിനിടയ്ക്ക് ചോദിക്കുകയാണ്, പമ്പായ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കുണ്ടായിരുന്ന ഒരു സഭ ഇന്ന് ഒരു ഗ്ലോബൽ ചർച്ച്, ആഗോള സഭയായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ? അതൊരു വലിയ മാറ്റമാണ്. ഞാൻ പറയുന്നത് അതേ ആ മാറ്റത്തിലേക്ക് ഞാൻ പറയുന്നത് എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ട്. അതിന് തുടക്കം തലശ്ശേരി രൂപതയാണ്. ശരിയാണ്. കാരണം തിരുസന്ധിരുമേറ്റ് നമുക്ക് പിന്നെ തിരുസന്ധിരുമേനയുടെ പ്രവർത്തനങ്ങളാണ്. അന്ന് തലശ്ശേരിയെ വടക്കോട്ട് നീട്ടി മംഗലാപുരം, മൈസൂർ ഉൾപ്പെടെ, മംഗലാപുരം മൈസൂർ ഉൾപ്പെടെ, പിന്നെ തെക്കോട്ട് കന്യാകുമാരി, ചങ്ങനാശ്ശേരി, പിന്നെ കിഴക്കോട്ട് കോയമ്പത്തൂർ രൂപതയുടെ അതിർത്തി കൊടുത്ത് തൃശ്ശൂർ രൂപതയ്ക്ക്. അങ്ങനെ അതാ പിന്നെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് നാളത്തേക്കൊന്നും നടന്നില്ല. പിന്നെ വരുന്നത് കുറേ എക്സാർക്കേറ്റ്സാണ്. പിന്നെ കല്യാൺ രൂപതയാണ് വലിയൊരു സ്റ്റെപ്പ്. 1988 ഞാൻ 88 തോന്നുന്നത് കല്യാൺ രൂപത. പിന്നെ പതുക്കെ വന്ന് വളർച്ച ഉണ്ടാകുകയാണ്. അതെ, ഇത് അവർക്കറിയാമായിരുന്നു. കാരണം അന്നും ഇന്ത്യയിലെ അച്ഛന്മാരിൽ, മിഷണറിമാരിൽ 70% കേരളത്തിലുണ്ടായിരുന്നു. 70%. ആ സ്ഥിതിക്ക് നമ്മളോട് ചെയ്യുന്നൊരു വലിയ അപരാധം നമുക്ക് എക്സ്റ്റൻസ് പണ്ടേ തരേണ്ടതായിരുന്നു. താങ്ക് യു പിതാവേ. മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് കിട്ടിയ ആ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചം ലോകത്തിൻ്റെ അതിരുകളോളം എത്തിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റി. അതിൽ പാലായിൽ നിന്നുള്ള വൈദികരുടെയും സമർപ്പിതരുടെയും പങ്ക് നിസ്തുലമായിട്ടൊരു പങ്കാണ്. അന്ന് പാലായിൽ ധാരാളം വൊക്കേഷൻസ് ഉണ്ടായിരുന്നു. പാലായായിരുന്നു എന്നോടൊരിക്കൽ പറയുണ്ടായി, ജർമ്മനിയിലെ ഒരു ഇഷ്യൂയുടെ ഒരു ഡയറക്ടറെ ഇന്ത്യ ഡെസ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരാൾ പറയുണ്ടായി, പാലാ ഈസ് ദ ഹയസ്റ്റ് ലൊക്കേഷൻ ദ വേൾഡ് എന്ന്. റിലേറ്റീവ് ആണോ അതിന് അതോ അബ്സല്യൂട്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല. പാലായിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ അവർക്കറിയാമല്ലോ, കുട്ടികളെ പഠിക്കുന്നുണ്ട്. അത് 1980 എന്നോട് പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ. അത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തിരി ലൊക്കേഷൻ, ഒത്തിരി അച്ഛന്മാർ പോയിട്ട്. തീർച്ചയായിട്ടും ഞാൻ തന്നെ പറയുന്ന അഹന്തയൊന്നും അല്ല കേട്ടോ. 750 അച്ഛന്മാർക്ക് വോട്ട് കൊടുത്തു. 750 പുരോഹിതർക്ക് പട്ടം കൊടുക്കും. എനിക്ക് ഒരു പക്ഷേ ഒരു ലോക റെക്കോർഡായിരിക്കും, ലോകത്തിൽ വേറൊരു അറിയത്തില്ല. ഏതായാലും ഇതൊരു വലിയൊരു ഭാഗ്യം. ഇത്രയും പേർക്ക് അത് കുറച്ചൊക്കെ മിസ് ചെയ്യണമെന്നായിരിക്കും ഒന്ന് കണക്ക് വരാത്തത് പോലെ. തീർച്ചയായിട്ടും കൂടുതൽ കാണാൻ കുറയാൻ സാധ്യതയില്ല. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കണക്ക് നോക്കുമ്പോൾ അപ്പോഴേ വലിയ കാര്യമല്ല. തീർച്ചയായിട്ടും ഇത് മാത്രം ഓരോ കൊല്ലവും ഞാൻ ഓർഡർ ചെയ്യേണ്ടത് എത്ര എല്ലാ ദിവസവും ഈ ക്രിസ്മസ് കാലം തുടങ്ങുക. പിന്നെ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഇതുവരെ ദഹനത്തിരുന്നാൾ വരെ 8-10 ദിവസം മുഴുവൻ പട്ടമായിരുന്നു. നമ്മൾ 100 വയസ്സുള്ള അഭ്യുന്ത്യ പള്ളിക്കാവർമ്മൽ പിതാവിനോടാണ് ഇത്രയും നേരം സംസാരിച്ചിരുന്നത്. ഓർമ്മയുടെ തെളിച്ചവും ചിന്തയുടെ ആഴവും കാണുമ്പോൾ പ്രായമെന്നത് വെറും അക്കങ്ങൾ മാത്രമാണെന്നുള്ള പറച്ചിൽ എത്രയോ വാസ്തവമാണ്. എത്ര കൃത്യതയോടെയാണ് ഒരു 100 വർഷത്തിനപ്പുറമുള്ള ബാല്യത്തെയും കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ തുടങ്ങി പിതാവ് ഓർമ്മിച്ചെടുക്കുന്നത്. അതിനേക്കാൾ എത്രയോ കൃത്യതയോടെയാണ് ജീവിച്ച കാലഘട്ടങ്ങളെയൊക്കെ പിതാവ് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട പിതാവെ, വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇങ്ങനെയൊരു സമയം ഈ കാലഘട്ടത്തിൽ പിതാവിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് പിതാവ് മാറ്റിവെച്ചതിന് വളരെ സവിശേഷമായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ്റെ പേരിൽ പിതാവിന് വളരെ സവിശേഷമായിട്ട് നന്ദി പറയുകയാണ്. ഈ ഒരു വർത്തമാനം അവസാനിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു പിതാവിൻ്റെ ഒരു ആശീർവാദം ഞങ്ങൾക്കെല്ലാം നൽകിക്കൊണ്ട് ആണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഒരു 100 വയസ്സിൻ്റെ എത്രയോ പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ച കരങ്ങളാണ്. ആ കൈകൾ കൊണ്ടുള്ള ഒരു ആശീർവാദം കൂടി ഏറ്റവും സ്നേഹപൂർവ്വം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുന്ന അവസരത്തിൽ കൈകൾ ഉയർത്തി അവരെ ആശീർവദിക്കുകയുണ്ടായി. ആ കൈകൾ ഉയർത്തപ്പെട്ട കൈകൾ ഇന്നും താഴാതെ നിൽക്കുകയാണ്. ആ തുറക്കൈ നീട്ടി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മീഡിയ പ്രവർത്തനം ഒരു ഭാഗം മാത്രമാണ്. ഇതുതന്നെയല്ല, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവ് അങ്ങയുടെ വലത്തെ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും
പൈസൃഹായ സ്വഭാവം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നെസ്തംബ് ഈശോ മിശിഹ. നെസ്തംബ് അച്ഛൻ ഓർക്കുന്നുള്ളതൊക്കെ. പിന്നെ പിന്നെ നെസ്തംബ് ഈശോ മിശിഹ. ഞാൻ ആദ്യം കുർബാന സുറിയാനില്ല. ആദ്യം കുർബാന ആ റാസ കുർബാനയായിരുന്നു. ഓക്കെ ഓക്കെ. അത് ഞാൻ അവിടെ പ്രൊപ്പഗാൻഡ കോളേജിലാണ് ചെല്ലിയത്. അവരുടെ ഈ പ്രീസിൻ്റെ സീനിയർ പ്രീസ്റ്റ്, അതായത് ഡീക്ക്, അവരുടെ ഡീൻ എന്ന് പറയും, പ്രീഫെക്റ്റ്, സീനിയർ മോസ്റ്റ് പ്രീസ്റ്റ്, അത് ഞാനായിരുന്നു. അതുകൊണ്ട് എനിക്കായിരുന്നു അവകാശം ചെല്ലാനായിട്ട്. എല്ലാവരും ചോദിച്ചു ഇങ്ങനെ കുർബാനയ്ക്ക് എന്നാ ചെയ്തു. ഞാൻ സുറിയാനി കുർബാന ചെല്ലിയത് 1.5 മണിക്കൂർ 2 മണിക്കൂർ. റാസ താങ്ക് യു.